അപ്പോഴേ ഞാനിന്നുള്ളത് നമ്മുടെ കല്ലടിക്കോട് ഭാഗത്താണ് കേട്ടോ. അതായത് നമ്മുടെ പാലക്കാട് ടു മണ്ണാർക്കാട് റോഡിൽ കല്ലടിക്കോട് ജംഗ്ഷൻ. ഈ കല്ലടിക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഉമ്മനഴി പ്ലാപ്പറ്റിക്ക് പോകില്ലേ, ആ ഉമ്മനഴി പ്ലാപ്പറ്റിക്ക് പോകുന്ന ബസ് റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് ബസ്സുകളും ഒക്കെ സർവീസുള്ള നല്ല ബസ് റൂട്ടാണ്. ഈ ബസ് റൂട്ടിനോട് ചേർന്നുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ടു മണ്ണാർക്കാട് പോകുന്ന സമയത്ത് കല്ലടിക്കോട് ഉമ്മനഴി പോകുന്ന ബസ് റൂട്ട് ആണോ. ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ സർവീസുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ഈ കാണുന്ന ബസ് റൂട്ടിനോട് ചേർന്നിട്ട് നമുക്ക് നല്ലൊരു ഹൗസ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് ഇതിനകത്ത് ഒരു 5 സെൻറ്റ് മുതൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമേ. അതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഓപ്പൺ വെല്ല് കിണർ ഓൾറെഡി നമ്മുടെ ഭാഗത്തുള്ളതാണ് കേട്ടോ. അതായത് ചുറ്റിനും ഒരുപാട് കിണറും കാര്യങ്ങളൊക്കെ ഓപ്പൺ കിണർ തന്നെ ഉള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജലനിധിയുടെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ബസ് റൂട്ടാണ് ഫ്രണ്ടേജ്. ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കല്ലടിക്കോടിട്ട് പുലാപ്പറ്റ പോകില്ലേ, ഈ പുലാപ്പറ്റ പോകുന്ന സമയത്ത് നമ്മുടെ കോണിക്കഴി ജംഗ്ഷനിലാണ് വരുന്നത് കേട്ടോ. ശരിക്കും ഈ കോണിക്കഴി ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഈ വീടില്ലേ, ഈ വീടിന് മുമ്പിൽ അത് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരുപാട് ബസ് സർവീസും കാര്യങ്ങളുള്ള നല്ലൊരു ഏരിയ ആണ്. ഇതിനകത്ത് ഇതാണോ ഈ ഒരു ഭാഗം കുറ്റിയാണുണ്ട്. ഈ ഒരു കുറ്റി തൊട്ട് ഇതുവരെ നമുക്ക് നല്ല വീതിയിലുള്ള 5 മീറ്ററിൻ്റെ റോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ പ്ലോട്ട് വാങ്ങുന്ന ആൾക്കും 5 മീറ്ററിൻ്റെ റോഡാണ് വരുന്നത്. ശരിക്കും നമുക്ക് നേരെ ബസ് റൂട്ടിൽ നിന്ന് ആ ടാർ റോഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്തേക്കുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ. ഈ എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ നേരെ ഇതാണ്ടോ ഈ എൻഡ് മുതൽ ഇതാ കാണുന്ന അറ്റം കാണുന്നില്ലേ, ഇതുവരെ നമുക്ക് നല്ല 5 മീറ്ററിൻ്റെ റോഡ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്ലോട്ട് ഇതിനകത്ത് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നല്ല പറമ്പ് കാറ്റഗറിയുള്ള ഭൂമിയാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല, ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ഇല്ല, വന്യമൃഗങ്ങളുടെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നല്ല ഒരു ലൊക്കേഷനാണ്. നല്ല വീടുകളുണ്ടോ നിങ്ങൾ കണ്ടോ, നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റിനും വീടുകളുള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് ഒരു 10 സെൻറ്റ് കൊമേഴ്ഷ്യൽ ലാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്കൊരു കടയോ കാര്യങ്ങളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ബിൽഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ലാൻഡാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടേതായിട്ടുള്ള പ്ലാൻ അനുസരിച്ച് വീടും ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പം അതും ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയി തരുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്തുണ്ടോ ഈ ഭാഗം മുതൽ ഇങ്ങനെ വരുവേ, നിങ്ങൾക്ക് ഓൾറെഡി ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. ബാക്ക് സൈഡിലോട്ടൊക്കെ ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പം മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓണറെ തന്നെ വിളിച്ച് സംസാരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയ അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം വെച്ചാൽ റോഡ് ഫ്രണ്ടേജ് ആകുമ്പോൾ വ്യത്യാസം വരും, ബാക്കിലോട്ടാകുമ്പോൾ കുറച്ച് വില കുറയും. അപ്പോൾ നമുക്കൊരു വില നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ആവശ്യം എങ്ങനെയാണോ അതനുസരിച്ച് ഇതിനകത്ത് വാങ്ങിക്കാം കേട്ടോ. ഏകദേശം ഒരു 10 പ്ലോട്ട് മാത്രമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് പ്രോപ്പർട്ടി ഏത് പ്ലോട്ടാണോ ആവശ്യം അതനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഓണറായിട്ട് തന്നെ നേരിട്ടിരുന്ന് സംസാരിച്ചിട്ട് നല്ലൊരു പ്രൈസിന് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കുക കേട്ടോ. പിന്നെ ശരിക്കും നമ്മുടെ പള്ളി, മുസ്ലിം പള്ളി ഇതാ കാണുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ മുസ്ലിം പള്ളിയിലോട്ടുള്ളൂ. ഇങ്ങോട്ടാണെങ്കിലും മുസ്ലിം പള്ളി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് ആണെങ്കിൽ തൊട്ടടുത്താണ്. പിന്നെ നമ്മുടെ അമ്പലങ്ങളാണെങ്കിൽ ഒരുപാടെണ്ണം ചുറ്റുഭാഗത്തുണ്ട്. പിന്നെ സ്കൂളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഉമ്മനഴി നമ്മുടെ പുലാപ്പറ്റ സ്കൂളിൽ, അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ടുള്ള സ്കൂള് പുലാപ്പറ്റയ്ക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ഒരു AUP സ്കൂൾ വരുന്നുണ്ട്. ആ AUP സ്കൂളിലോട്ടും ഏകദേശം ഒരു 500 മീറ്റർ കഷ്ടി ദൂരമേ വരുന്നുള്ളൂ. പിന്നെ കല്ലടിക്കോട് അടുത്താണ്. അതുപോലെ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കല്ലടിക്കോട് ഭാഗം, ഇതിൽ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഉമ്മനഴി പോയിട്ട് ഉമ്മനഴി പുലാപ്പറ്റ കടമ്പഴിപ്പുറം, അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മണ്ണാർക്കാട് റോഡിലോട്ട് പോയി ചേരും. ഇനി അതല്ല നമ്മൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് നമ്മളങ്ങനെ കോങ്ങാട് പത്തിരിപ്പാല ചെറുപ്പളശ്ശേരി റോഡിലായിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. അപ്പം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരിട്ട് ഓണർ തന്നെ വിളിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നല്ലൊരു പ്രൈസിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കുക.